പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് CM പങ്കിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചും അവസാനമായി നമ്മൾ നോക്കുന്നത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ റിട്ടേണിനുള്ള സാധ്യതയെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് CM പങ്കിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ളതാണ്. ഇഞ്ചുറി മാറാൻ എത്ര കാലതാമസം വേണ്ടി വരും എന്നുള്ളതിനെ സംബന്ധിച്ച് CM പങ്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. മെൻസ് റോയൽ റംബിൾ മത്സരത്തിൻ്റെ ഇടയിലാണ് CM പങ്കിന് ഇഞ്ചുറി പറ്റിയത്. യഥാർത്ഥത്തിൽ റസൽമേനിയ 40-ൽ CM പങ്ക് ഒരു വേൾഡ് ടൈറ്റിലിന് ചലഞ്ച് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി നേരിട്ട ഇഞ്ചുറി WWE പ്ലാനുകളെയും CM പങ്കിൻ്റെ പ്ലാനുകളെയും നല്ല രീതിയിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെ CM പങ്കിൻ്റെ ഇഞ്ചുറി എന്ന് മാറും എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ UFC പേപ്പർ വ്യൂവിന് ഇടയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിന് ഒപ്പമാണ് CM പങ്ക് ആ ഒരു ഇഞ്ചുറി മാറാൻ ഇനി എത്ര കാലം വേണ്ടി വരുമെന്നുള്ള ആ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. 6 തൊട്ട് 8 മാസത്തോളമെങ്കിലും ഈ ഇഞ്ചുറി മാറാൻ വേണ്ടി വരും എന്നുള്ളതാണ് CM പങ്ക് പങ്കുവെക്കുന്നത്. CM പങ്ക് പറയുന്നുണ്ട് തനിക്ക് റിങ്ങിലേക്ക് കയറാൻ അത്ര വലിയ ഒരു ധൃതിയൊന്നുമില്ല, പക്ഷേ താൻ ആഗ്രഹിക്കുന്നത് ഫുൾ ഹെൽത്തായി ബെറ്റർ ആയിട്ടുള്ള ഒരു ആളായി നിൽക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പതിയെ റിങ്ങിലേക്ക് വന്നാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമാണ് തനിക്കുള്ളത്. അല്ലാതെ പെട്ടെന്ന് റിങ്ങിൽ വന്ന് മത്സരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതും പങ്ക് പറയുന്നുണ്ട്. അപ്പോൾ പങ്കിൻ്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇഞ്ചുറി എല്ലാം മാറി പതിയെ ഫുൾ റിക്കവറി ആയതിനു ശേഷം തിരിച്ച് റിങ്ങിൽ കയറി മത്സരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുതന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം പങ്കിന് പ്രായമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇഞ്ചുറി മാറിയ ഉടനെ തന്നെ അദ്ദേഹത്തെ റിങ്ങിൽ കൊണ്ടുവന്ന് സ്റ്റോറി കൊടുത്ത് മത്സരിപ്പിക്കില്ല എന്നുള്ളതും 100% ഉറപ്പാണ്. CM പങ്ക് തിരികെ വരുമ്പോൾ സെത്ത് റോളിൻസിന് എഗെയിൻസ്റ്റുള്ള മത്സരമാണോ അതോ പുതിയൊരു എതിരാളിക്കെതിരെ CM പങ്ക് മത്സരിച്ച് കാണാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറും എക്കാലത്തെയും മികച്ച നമ്പർ 1 റെസ്ലറുമായ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ഇനി ഒരിക്കൽ കൂടി റിങ്ങിലേക്ക് തിരികെ വരുന്നതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ സ്റ്റോൺ കോൾഡ് പറയുന്നത് 2 വർഷങ്ങൾക്ക് മുൻപ് താൻ റിങ്ങിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ 57ാമത്തെ വയസ്സിൽ തനിക്ക് റിങ്ങിലേക്ക് തിരികെ വരാൻ സാധിച്ചാൽ തൻ്റെ ഫോൾട്ടുകളെല്ലാം കണ്ടെത്തി വേണമെങ്കിൽ ഒരു തവണ കൂടി തനിക്ക് റിങ്ങിലേക്ക് കയറാൻ സാധിക്കുമെന്നുള്ളതും സ്റ്റോൺ കോൾഡ് പറയുന്നുണ്ട്. എന്നാൽ റെസ്ലിംഗിൽ ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. നെവർ സേ നെവർ എന്നുള്ളത് മാത്രമാണ് തനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് എന്നുള്ളതും സ്റ്റോൺ കോൾഡ് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റോൺ കോൾഡ് തിരിച്ചുവരവിൻ്റെ ആ ഒരു വാതിലുകൾ അടച്ചിടുന്നില്ല. അദ്ദേഹം ആ ഒരു വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് ഇൻ്റർവ്യൂവിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൽമേനിയ 40-ൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ ഉൾപ്പെടുത്തിയാലും നമുക്കിനി അത്ഭുതപ്പെടേണ്ടതില്ല. സ്റ്റോൺ കോൾഡിനെ ഉൾപ്പെടുത്താനുള്ള വലിയൊരു സാധ്യത ഇപ്പോൾ തുറന്നു വന്നിട്ടുണ്ട്. ഓൾറെഡി റസൽമേനിയയുടെ 2ാമത്തെ ദിവസത്തിൻ്റെ മെയിൻ ഇവൻറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ റോമൻ റെയിൻസ് റോയൽ റംബിൾ വിന്നറായ കോഡി റോഡ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ റോമൻ റെയിൻസിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റോക്ക് റോമൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കോഡിക്കുള്ള ഒരു സപ്പോർട്ട് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്തിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും എന്നുള്ളതും സെത്തും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെത്തിന് ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കോഡിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നാൽ അവിടെ കോഡിക്ക് വലിയൊരു ഹെൽപ്പാകാൻ സാധ്യതയുള്ളത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ ആ ഒരു തിരിച്ചുവരവായിരിക്കും. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെയും റോക്കിൻ്റെയും സ്റ്റോറി എങ്ങനെയാണ്, അത് എത്രത്തോളം ഡീപ്പാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ റോമനെതിരെ കോഡിയെ സഹായിക്കാൻ വേണ്ടി സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ ആ ഒരു സർപ്രൈസ് എൻട്രൻസ് റസൽമേനിയ നിമിഷങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ഇപ്പോൾ ആ ഒരു തിരിച്ചുവരവിൻ്റെ വാതിൽ തുറന്നിടുന്നത് ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. റോക്ക് എന്തായാലും റസൽമേനിയ 40-ൻ്റെ ഭാഗം ആയേക്കും. അപ്പോൾ കോഡി റോഡ്സിനെ ചാമ്പ്യനാക്കാൻ വേണ്ടി സ്റ്റോൺ കോൾഡ് വന്ന് റോക്കിനെയും റോമനെയും സ്റ്റണ്ണറൊക്കെ ചെയ്ത് പിന്നീട് കോഡിയെ ചാമ്പ്യനാക്കി ആ കൈയൊക്കെ ഉയർത്തി നിൽക്കുന്ന ആ ഒരു നിമിഷം അതൊന്നും നിങ്ങളൊന്ന് ഒന്ന് ഓർത്ത് നോക്കുക, എത്ര മനോഹരമായിരിക്കും എന്നുള്ളത്. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ പോലെ എക്കാലത്തെയും മികച്ച ഒരു നമ്പർ 1 റെസ്ലർ കോഡി റോഡ്സിൻ്റെ പോലെ ഒരു ഫേസ് ഓഫ് ദി കമ്പനിക്ക് കൊടുക്കുന്ന വലിയൊരു സപ്പോർട്ട് തന്നെയായിരിക്കും അത് കോഡി റോഡ്സിന് കിട്ടുന്ന ആ ഒരു ബൂസ്റ്റ്, അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു മൊമെൻറ്റം അത് ഒട്ടും ചെറുതായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ ഒരിക്കൽ കൂടി ഒരു മത്സരത്തിലല്ലെങ്കിലും ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.